ഹായ് ഫ്രണ്ട്സ്, ആദ്യമേ പറയട്ടെ, പെട്രോളിനും ഡീസലിനും നമ്മുടെ നാട്ടിൽ 3 രൂപ കൂട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞു വെക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്ന വ്യത്യസ്തമായ ഒരു പ്രതിഷേധത്തെ പറ്റിയിട്ടാണ്. വേറെ ഒന്നുമല്ല, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാത്തതിനെ സംബന്ധിച്ച് അതിനെതിരെ മഹിളാ മോർച്ച പ്രവർത്തകർ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ പ്രതിഷേധിച്ചത് KSRTC ബസ്സിൽ സ്ത്രീകൾ, മഹിളാ മോർച്ച പ്രവർത്തകർ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. ഈ പ്രതിഷേധത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ടല്ലോ, പെട്രോളിനും ഡീസലിനും 3 രൂപ കൂട്ടിയ ദിവസമാണ് ഇവർ പ്രതിഷേധിച്ചത് എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നുപോകരുത്. അതുപോലെ തന്നെ ഈ ഒരു പ്രതിഷേധത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്തിനാണ് ഇവർ പ്രതിഷേധിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു മുന്നണി, അതായത് UDF, തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദാനം, ആ വാഗ്ദാനം എന്ന് പറയുന്നത് കേരളത്തിലെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും. ഇങ്ങനെ ഒരു വാഗ്ദാനം അവർ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം UDF അധികാരത്തിൽ വന്നു. ഗവൺമെന്റ് ഇതുവരെ ഫോം ചെയ്തിട്ടില്ല. 10 ദിവസത്തെ മെയ് 4 വന്ന റിസൾട്ടിന് ശേഷം 10 ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്. അപ്പോൾ ഗവൺമെന്റ് ഇതുവരെ ഫോം ചെയ്തിട്ടില്ല. ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനങ്ങളിൽ പെടുന്ന ഒന്നാണ് KSRTCയിലെ സൗജന്യ യാത്ര എന്ന് പറയുന്നത്. ഈ സൗജന്യ യാത്രയെപ്പറ്റി പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് KSRTCയുടെ വരുമാനത്തെ ഇത് കാര്യമായി ബാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് അസോസിയേഷൻസ് അവരുടെ വരുമാനത്തിലും ഗണ്യമായ കുറവുണ്ടാവുമെന്നും നഷ്ടം സഹിക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത്, കൃത്യമായ പഠനത്തോടു കൂടി അല്ലാതെ നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വസ്തുതയാണ്. എത്രത്തോളം പ്രായോഗികമായിട്ട് ഈ ഒരു സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതിനെ പറ്റിയുള്ള ആശങ്ക നിലനിൽക്കെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളിത് പ്രതിഷേധിക്കുമ്പോൾ അവർ പറഞ്ഞത് മെയ് 15-ന് സൗജന്യ യാത്ര നടത്തുമെന്ന് അവർ വാഗ്ദാനം തന്നു. എപ്പോഴാണ്? തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാ പാർട്ടികളും അവരുടെ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. അത് ചില കാരണങ്ങളാൽ ഇലക്ഷന് ശേഷം നടപ്പിലാക്കാൻ കഴിയില്ല, ചില മുന്നണികൾ നടപ്പിലാക്കുകയും ചെയ്യും. ഇതൊരു ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഗവൺമെന്റ് ഫോം ചെയ്തിട്ടില്ല. സർക്കാർ ഉത്തരവുകളൊന്നും സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നിലവിലില്ല. ഒരു ഉത്തരവുകളും ഒരു ബോർഡ്, KSRTCയോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പോ പുറപ്പെടുവിച്ചില്ല സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഏതൊക്കെ ബസ്സിലാണ് സൗജന്യ യാത്ര അനുവദനീയമായിട്ടുള്ളത്, എത്ര കിലോമീറ്റർ പരിധിയുണ്ട്, നമുക്ക് പല ബസ്സുകളുണ്ട്. ഓർഡിനറി ബസ് ഉണ്ട്, ലോ ഫ്ലോർ AC ഉണ്ട്, ലോ ഫ്ലോർ ഓർഡിനറി ബസ്സുകളുണ്ട്, നോൺ AC ബസ്സുകളുണ്ട്, അതുപോലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ബസ് ഉണ്ട്, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഉണ്ട്, സ്വിഫ്റ്റ് ഡീലക്സുകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മിന്നൽ ബസ്സുകൾ, അങ്ങനെ പലതരത്തിലുള്ള ബസ്സുകളുണ്ട്. ഇതിൽ ഏതൊക്കെ ബസ്സുകളിൽ എത്ര യാത്രാപരിധി, എത്ര കിലോമീറ്ററിനകത്ത് യാത്ര ചെയ്യാം, ഒരു ദിവസം എത്ര യാത്ര ചെയ്യാം ഫ്രീ ആയിട്ട്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഗവൺമെന്റോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളോ ഇതുവരെ ഒരു നോട്ടിഫിക്കേഷനോ സർക്കുലറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളോ നമുക്ക് പൊതുജനങ്ങൾക്ക് നൽകിയിട്ടില്ല. അത്തരത്തിലൊരു വസ്തുത നിലനിൽക്കെ ഇത്ര പരിഹാസ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതിലൂടെ അവർ സ്വയം പരിഹാസ്യരാകുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് ഫോം ചെയ്തിട്ടില്ല എന്നുള്ളതും സർക്കാർ ഉത്തരവ് നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സർക്കാർ ഉത്തരവ് വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അപഹാസ്യമായ ഒരു പ്രതിഷേധം അതിനു വേണ്ടിയിട്ട് അവർ തുനിയില്ലായിരുന്നു. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യത ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് വന്നൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ജെൻഡർ ടിക്കറ്റിംഗ് ആണ്. KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന എത്രത്തോളം സ്ത്രീകളുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ടിക്കറ്റിൽ അവരുടെ ജെൻഡർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും അടുത്ത് വന്ന ഒരു അപ്ഡേറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതല്ലാതെ നിലവിലെ ഒരു സർക്കാർ മെഷീനറിയിൽ നിന്നോ ഒരു അപ്ഡേഷൻ നമുക്ക് ലഭ്യമായിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പെട്രോളിന്റെ ഡീസലിന്റെ വില 3 രൂപ കൂട്ടി. ഈ ദിവസം തന്നെയാണ് ഇവർ പ്രതിഷേധത്തിന് തെരഞ്ഞെടുത്തതെന്ന് കൂടി ഓർക്കണം. പെട്രോളിന്റെ വില വർധനവിനെതിരെയോ LPG ഗ്യാസിന്റെ, കൊമേഴ്ഷ്യൽ ഗ്യാസിന്റെ വില ഏകദേശം 1000 രൂപയ്ക്ക് അടുത്തും കൂട്ടിയിട്ടുണ്ട്. ആ സമയത്തൊന്നും നടത്താത്തൊരു പ്രതിഷേധം, അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാത്തവരൊക്കെ പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ പ്രതിഷേധിക്കുമ്പോൾ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ട് എന്നുള്ളൊരു സംശയമുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ?